ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് എത്തിയത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രമായിട്ടുള്ള ആറന്മുള ക്ഷേത്രത്തിൽ നമ്മൾ വള്ളസദ്യ കഴിക്കാൻ പോയി. ഇപ്പോൾ അവിടെ വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വള്ളസദ്യക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് അഷ്ടമി രോഹിണി ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ വള്ളസദ്യക്ക് പാസ് വേണം. പക്ഷേ ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഇന്ന് സമൂഹസദ്യ എന്നാണ് പറയുന്നത്. എല്ലാ പാസ്സില്ലാതെ നമുക്ക് എല്ലാവർക്കും വള്ളസദ്യ കഴിക്കാനായിട്ട് പറ്റും. ഞങ്ങളൊരു 11:30 അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. കയറാൻ നടയിലോട്ട് കയറാൻ്റെ അടുത്തൊക്കെ ഭയങ്കര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയിട്ട് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോഴാണെങ്കിൽ അവിടെ നടയിൽ നിന്ന് ഇതിനെക്കാട്ടിൽ തിരക്കാണ്. ആളുകളുടെ നല്ല ബഹളം തന്നെയായിരുന്നു. പക്ഷേ നമുക്കൊരു സമാധാനമുണ്ട്. എത്ര തിരക്കാണേലും നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണേലും നമുക്ക് ഭഗവാന്റെ ഒരു ആഹാരം അല്ലേ, ഭഗവാന്റെ ഒരു പിറന്നാൾ സദ്യ കഴിക്കാമല്ലോ എന്നുള്ള സമാധാനത്തോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് അവിടെ വഞ്ചിക്കാർ വള്ളപ്പാട്ട് പാടി ഭഗവാനെ സ്തുതിക്കുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. ഇവിടെ ഇങ്ങനെ അവർ വള്ളത്തിൽ വന്ന് അവിടെ കടവിലിറങ്ങിയിട്ട് അവരെ വഴിപാടുകാർ സ്വീകരിച്ച് അമ്പലത്തിനകത്ത് കൊണ്ടുവന്നിട്ട് അവർ ഭഗവാനെ വാഴ്ത്തി പാടുന്നതാണ്. അവിടെ നമുക്ക് ഒരു കുഞ്ഞി കൃഷ്ണനൊക്കെ നിന്ന് പാടുന്നുണ്ട്. കണ്ടപ്പോൾ നല്ല മനോഹരമായിട്ടൊക്കെ തോന്നി. കുഞ്ഞ് നല്ലതായിട്ട് ഇങ്ങനെ കൈയൊക്കെ കൊട്ടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് നമുക്ക് കണ്ട് നിൽക്കാനായിട്ട് തോന്നിപ്പോകും. അതുപോലെ അത്ര മനോഹരമായിരുന്നു അവരുടെ ആ പാട്ടും. ഞങ്ങൾ തെക്കേമുറി പള്ളിയോടത്തിൻ്റെ വള്ളസദ്യക്കാണ് ഞങ്ങൾക്ക് കയറാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞങ്ങൾ അവരുടെ വള്ളസദ്യ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ വള്ളക്കാർ വേറെ ഈ ഒത്തിരി വള്ളങ്ങൾ ഇന്ന് സദ്യ നടത്തുന്നുണ്ട്. അപ്പോൾ വള്ളക്കാർ ഭഗവാനെ സ്തുതിച്ചു പാടിക്കൊണ്ട് അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ വള്ളസദ്യ കഴിക്കുന്ന സ്ഥലത്തെത്തി. ഈ കാണുന്നത് വെച്ചാൽ നമ്മൾ ഭഗവാന് എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചുകൊണ്ട് സമർപ്പിച്ചേക്കുന്നതാണ്. ഭഗവാന് അവിടെ വള്ളസദ്യ വഴിപാട് നടത്തുന്നവരിങ്ങനെ എടുത്ത് ഭഗവാൻ അർപ്പിച്ച് വെക്കുന്ന. അത് കഴിഞ്ഞിട്ട് വള്ളസദ്യക്കാർക്ക് ഇങ്ങനെ അവരുടെ വഴിപാടിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സദ്യ വിളമ്പുന്നത്. വള്ളക്കാർക്കാണ് ആദ്യം സദ്യ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷമല്ല, അവരുടെ കൂടെ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാം. പക്ഷേങ്കിൽ എല്ലാവർക്കും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. 2-3 ട്രിപ്പുകളായിട്ടാണ് സദ്യ കൊടുക്കുന്നത്. ഈ വള്ളക്കാരോട് ഇരുന്നാൽ തന്നെ നമുക്കൊരു പ്രത്യേക എല്ലാ വിഭവങ്ങളും നമുക്ക് കിട്ടും. 64 കറികളാണ് വള്ളസദ്യയിലുള്ളത്. വള്ളക്കാരുടെ കൂടെ ഇരുന്നാൽ നമുക്കെല്ലാം കിട്ടും. പക്ഷേങ്കിൽ അല്ലാത്തൊക്കെ അടുത്ത തവണയൊക്കെ കയറുമ്പോൾ എല്ലാം കിട്ടണമെന്നുമില്ല. പിന്നീടാണെങ്കിൽ ഈ വള്ളക്കാരിങ്ങനെ കറികളൊക്കെ ചോദിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു നല്ല രസമാണ്. അവർ താളത്തിൽ പാട്ട് പാടിക്കൊണ്ടാണ് കറികളൊക്കെ ആവശ്യപ്പെടുന്നത്. അതൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസം തന്നെയാണ്. പിന്നെ അവരിങ്ങനെ കറികൾ ചോദിക്കുന്നതാണ്. ഇത് അവർ താളത്തിൽ പാടിക്കൊണ്ട് ഓരോ കറികളെ വേണം എന്ന് ആവശ്യപ്പെടുന്നതാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളവിടെ നമുക്ക് സീറ്റ് കിട്ടിയിരുന്ന് നമുക്ക് കിട്ടിയിടത്തിരുന്ന് നമ്മളങ്ങനെ കറികൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സദ്യ കഴിക്കാനായിട്ട്. നല്ല തിരക്കായിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് സദ്യയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ കാണുന്ന വള്ളങ്ങളൊക്കെ തിരിച്ച് പുറപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. തിരിച്ച് അവർ മടക്ക യാത്രയാണ്. അപ്പം അത് കടവിൽ നിന്ന് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് അവർ മടങ്ങിപ്പോകുന്നതും. നന്ദി സൂചകമായിട്ട് പാട്ട് പാടിക്കൊണ്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. അത് ഞങ്ങളും അങ്ങനെ മടക്കയാത്ര കാണാൻ വേണ്ടിയിട്ട് കടവിലോട്ട് പോവുകയാണ്. കടവിലോട്ട് ചെന്ന് ഇങ്ങനെ നോക്കുമ്പം തന്നെ കാണാം ഒത്തിരി പള്ളിയോടങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് നമ്മുടെ പമ്പാ നദിയുടെ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ആളുകളൊക്കെ ഈ പള്ളിയോടങ്ങളുടെ മടക്കയാത്ര കാണാൻ വേണ്ടിയിട്ട്
ഇരിക്കുന്നതൊക്കെ കാണാം. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ, മടക്കയാത്രയിൽ അവർ നന്ദി സൂചകമായിട്ട് വാഴ്ത്തി പാടുന്നതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി നിന്നാലേ നമുക്ക് അവരെ ഒന്ന് വീഡിയോയിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ താഴോട്ടൊന്ന് ഇറങ്ങി നിന്ന് അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ കൃഷ്ണവേഷത്തിൽ കുറേ ആളുകൾ, അധികം ആളുകൾ ഇന്ന് അമ്പലത്തിൽ കാണാൻ സാധിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയും കൂടെ ആയതുകൊണ്ട് കുറേ ആളുകളെ ശ്രീകൃഷ്ണ വേഷത്തിൽ കാണാനായിട്ട് സാധിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. ഭഗവാനെ അല്ലേ നമ്മൾക്ക് എത്ര ഒരു വേഷമൊക്കെ കെട്ടി കുഞ്ഞു പിള്ളേരും ആ കുഞ്ഞു പിള്ളേരൊക്കെ നടക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല കൃഷ്ണനെ അല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ പാട്ട് പാടുകയാണ്, നന്ദി സൂചകമായിട്ട് അവർ വാഴ്ത്തി പാടുകയാണ്. മടക്കയാത്രയ്ക്ക് വേണ്ടി അവിടെ വള്ളക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി പള്ളിയോടത്തിൻ്റെയൊക്കെ അടുത്തോട്ട് നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി താഴോട്ട് ഇറങ്ങിയതാണ്. അപ്പം ഒത്തിരി പേരൊക്കെ അവിടെ നിന്ന് ആറ്റിലിറങ്ങി കാലൊക്കെ കഴുകി നിൽക്കുന്നതൊക്കെ കാണാം. പിന്നെ ഒരുപാട് പള്ളിയോടങ്ങളുണ്ട്. ശരിക്കും എനിക്കറിയത്തില്ല എത്ര എണ്ണം അവിടെ ഉണ്ടെന്ന് പോലും. പിന്നെ നമുക്കറിയാവുന്നതൊന്ന് നമ്മുടെ നെടുമ്പ്രയാറ് പള്ളിയോടം അവിടെ കിടക്കുന്ന കണ്ടു. അത് നമ്മുടെ അവിടെ അടുത്തുള്ള പള്ളിയോടമാണ് നെടുമ്പ്രയാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി ഓരോ പള്ളിയോടങ്ങളുടെ ഇത് കണ്ട് നീങ്ങുവാണ്. ഇത് നെടുമ്പ്രയാറ്, അപ്പുറത്ത് അയിരൂർ പള്ളിയോടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ അങ്ങോട്ടുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അങ്ങോട്ടെല്ലാം പള്ളിയോടങ്ങളിങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്, കരയ്ക്ക് അടുപ്പിച്ചിങ്ങനെ അവരെല്ലാം വഴിപാട് കഴിക്കാനായിട്ട് വന്ന അവിടെ കീഴ്ശ്ശേരിമേൽ, ഇടപ്പാവൂർ, എനിക്ക് വായിക്കാൻ പറ്റുന്നൊക്കെ ഇടപ്പാവൂർ, പേരൂർ, നെടുമ്പ്രയാറ്, കാട്ടൂർ. നമുക്ക് കാണാൻ പറ്റിയത് അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഒത്തിരി പള്ളിയോടങ്ങളുണ്ട്. അതൊക്കെ എവിടെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് വായിക്കാൻ പറ്റുന്നതൊന്നും കണ്ടില്ല. അതാ ഈ കാണുന്ന ഒരു മടക്കയാത്രയാണ് കേട്ടോ. വള്ളസദ്യ കഴിഞ്ഞിട്ട് മടങ്ങി അവർ കരയിലേക്ക് പോകുന്നതിൻ്റെ ഒരു മടക്കയാത്രയാണ് ഈ കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും അവിടെ വള്ളസദ്യയുടെ വഴിപാട് നടക്കുന്നേ ഉള്ളൂ. ഇന്ന് ഒത്തിരി പള്ളിയോടങ്ങളുള്ളതുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും അവിടെ വഴിപാടുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളുടെ മനസ്സൊക്കെ നിറഞ്ഞ് വയറും മനസ്സൊക്കെ ഒരുപോലെ നിറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.